എല്ലാവിധ ലാബ് ടെസ്റ്റുകൾക്കും MHL സ്മാർട്ട് ലാബ്സ്, ദുബായ് റോഡ്, എറിയാട്, ബഹദൂർ മാൾ, കാര ആൻഡ് മാനൂസ് പ്രോപ്പർട്ടീസ്, അസ്മാബി കോളേജ്. സമാധാന അന്തരീക്ഷം തകർക്കുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെന്ന് ആഡിയോ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം. സമാധാന അന്തരീക്ഷം തകർക്കുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കണമെന്നും അക്രമികൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ ഉണ്ടാവില്ലെന്നും എടവിലങ്ങിലെ അനിഷ്ട സംഭവങ്ങളെ തുടർന്ന് ആഡിയോ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം തീരുമാനിച്ചു. എടവിലങ്ങിൽ കഴിഞ്ഞ ദിവസം പുത്തൻകാട്ടിൽ പ്രതാപന്റെയും ഉഴുന്നുംകാട്ടിൽ പോളിന്റെയും വീടുകൾക്ക് നേരെ നടന്ന ആക്രമണത്തിനു ശേഷം സമീപ പ്രദേശത്ത് ഉടലെടുത്ത സംഘർഷാവസ്ഥ കണക്കിലെടുത്താണ് ആഡിയോയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തത്. സമാധാന അന്തരീക്ഷം നിലനിർത്താനുള്ള എല്ലാ ശ്രമങ്ങളും രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും ആവശ്യമായ എല്ലാ പിന്തുണയും പോലീസിന് നൽകുമെന്നും യോഗത്തിൽ തീരുമാനമായി. ET ടൈസൺ MLA, നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ, എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR കൈലാസൻ, DYSP ബിജുകുമാർ, അഡീഷണൽ DYSP സിനോജ് TS, സർക്കിൾ ഇൻസ്പെക്ടർ അരുൺ BK എന്നിവരും വിവിധ രാഷ്ട്രീയ സംഘടനാ നേതാക്കളും ആഡിയോ ഷാജി P വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്തു. മറ്റൊരു വീടും ആക്രമിക്കപ്പെട്ട ഒരു സാഹചര്യമുണ്ടായി. അതുമാത്രമല്ല, മണ്ഡലത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പൊതു ഫീലിംഗ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ കൂടുതൽ അനിഷ്ട സംഭവങ്ങളോ പ്രശ്നങ്ങളോ ഇല്ലാതിരിക്കാനും ഇത്തരം സംഭവം ഉണ്ടായ ആളുകൾക്കെതിരായിട്ടുള്ള കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സപ്പോർട്ട് പോലീസ് നൽകേണ്ടതുണ്ടെന്നാണ്. കാരണം ഇത് കൈകാര്യം ചെയ്ത ആളുകൾ നിർവഹിക്കും. എനിക്ക് തോന്നുന്നു ആദ്യത്തെ വീടിൻ്റെ ആക്രമണ സ്വഭാവം ഉണ്ടായ ശേഷം നല്ലപോലെ പോലീസ് ഫോഴ്സ് ഇടപെട്ടിട്ടുണ്ടെന്ന് തന്നെയാണ്. എല്ലാം അവരുടെ ഭാഗങ്ങളിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയത്. എന്നാൽ ഇത് നമുക്കിപ്പോൾ പിൻപോയിന്റ് ചെയ്യേണ്ടത് ആരാണ് ആ അക്രമി, ഒരാൾ ചെയ്യേണ്ടത് സംഭവിക്കുമല്ലോ. ആ അക്രമിയെ പിടിക്കപ്പെടാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. പെട്ടെന്ന് ഇതിനുള്ള എല്ലാം ആ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വളരെ വേഗത്തിൽ അത്തരം ആളുകളെ കണ്ടെത്തേണ്ടതുണ്ട്. അത് തന്നെയല്ല, ഈ ആക്രമണം കാണുമ്പോൾ ഉള്ള ഒരു പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഈ വീടിൻ്റെ അകത്തേക്ക് കയറി വരുന്ന ഒരു പൊതു വഴി ഉള്ള സ്ഥലമൊന്നുമല്ല. വളരെ പർപ്പസ്ഫുള്ളായിട്ട് നമുക്കത് ചെയ്യണം, ഇതിനെ ആക്രമിക്കണം, ഇത് അതിനോട് ബന്ധപ്പെട്ടൊരു കാര്യം നടത്തണം എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു പരിപാടിയോടുകൂടിയുള്ള ഒരാളാണ് അതിൽ പോയിട്ടുള്ളത് വ്യക്തമാണ്. വളരെ കൃത്യമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ കർശനമായിട്ടുള്ള നടപടി കാര്യത്തിൽ ഉണ്ടാവണം. നമുക്ക് സമാധാന ജീവിതം ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇവിടെ. ഏതെങ്കിലും ചില ആളുകളുടെ, ക്രിമിനലുകളുടെ അല്ലെങ്കിൽ അത്രയും വാസനയുള്ള ആളുകളുടെ ഇതിന് നമ്മുടെ പ്രദേശത്തെ ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തെ വിട്ടുകൊടുക്കാൻ പാടില്ല എന്നുള്ള സന്ദേശമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അതനുസരിച്ച് നമുക്ക് അതേ ഭീതി ഇവിടെ ഉണ്ടാകുന്ന സാഹചര്യം. അങ്ങനെ അവിടെ ഭീതി ഉണ്ടായപ്പോൾ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും മന്ത്രി പറയുകയും മന്ത്രി മുൻകൈ എടുത്താണ് അവിടെ ഒരു മീറ്റിംഗ് അന്ന് ഞാൻ നടത്തുകയുണ്ടായി. വളരെ സമാധാനപരമായ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും അതായത് ആരോപണങ്ങൾ വന്ന് രണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസും വളരെ നല്ല തന്മയത്തോടു കൂടി വളരെ സൗഹാർദ്ദപരമായി സംസാരത്തിനിടയിൽ ചില ഒരു അനിഷ്ടം വരാവുന്ന സാഹചര്യങ്ങൾ പോലും രണ്ട് പാർട്ടികളും വളരെ നല്ല ഒരു ഫ്രണ്ട്ഷിപ്പോട് കൂടി സംസാരിച്ചു അത് അവസാനിപ്പിച്ചു. ഇതുവരെ യാതൊരു വിഷയവും പോലീസ് പതുക്കെ ഒറ്റ ദിവസം കൊണ്ട് പോലീസ് ഒരിക്കലും പോലീസിനെ പിൻവലിക്കില്ല. അവർ സ്ഥിതിഗതികൾ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് ഘട്ടഘട്ടമായിട്ട് മാറ്റി ഒരു വിഷയമില്ല, സമാധാനമാണ്. അതേ ഒരു സമാധാന അന്തരീക്ഷം ഇവിടെ ഉണ്ടാകും. ജില്ലാ ഭരണകൂടത്തിന് നിങ്ങളെ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ കാര്യം മാത്രമല്ല, നാട്ടിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ പാർട്ടീസിലാണ്. അതിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയമൊന്നുമില്ല. രാഷ്ട്രീയ ഭേദമന്യേ ഞങ്ങൾ എല്ലാ ജനങ്ങളുടെയും കാര്യങ്ങൾ ഞങ്ങൾക്ക് നോക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. അപ്പം അതിൽ ഏതെങ്കിലും വശമായാൽ പോലീസിന് കർശന നിർദ്ദേശം കൊടുക്കും, കർശന നടപടികൾ എടുക്കാൻ കൊടുക്കും. ഇവിടെ ഇന്നാൾ തെറ്റ് ചെയ്തില്ല എന്നൊന്നുള്ളൊരു തീരുമാനം എത്തിയിട്ടില്ല. അത് പോലീസ് അതിൻ്റെ അന്വേഷണത്തിൽ അത് കണ്ടെത്തുക, അത് പോലീസിൻ്റെ നിയമപരമായ കാര്യമാണ്. അപ്പം ഇതിനെ ചൊല്ലി പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ പിൻബലത്തോടു കൂടി ഇനി ഒരു അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അത് ഇവിടെ നിങ്ങൾ നൽകിയ ഉറപ്പിൻ പേര് ജില്ലാ കളക്ടർ ധരിപ്പിക്കുകയാണ്. അപ്പം ഉണ്ടാകില്ല. എന്താണ് സംഭവം അന്വേഷണമല്ല. ഞാനൊരു തെറ്റ് പറഞ്ഞാൽ
ഇദ്ദേഹം അതിനെ എതിർത്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൂടുതൽ അണികളെല്ലാം കൂടി നമുക്കെതിരെ എതിർത്തുകൊണ്ട് വരുന്ന ആ ഒരു ശൈലി നമ്മുടെ പോസ്റ്റൽ ബാങ്കിന്റെ ശൈലിയാണ്. അതുകൊണ്ടാണ് ഈ പല പ്രശ്നങ്ങളും ഈ പെട്ടെന്ന് പടർന്നുപിടിക്കുന്നത്. അപ്പൊ അങ്ങനെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാതെയും ആരുടെയും വ്യക്തിഗതമായ താല്പര്യത്തിന്റെ പുറത്ത്, നിശ്ചിത താല്പര്യത്തിന്റെ പുറത്ത് അണിചേർന്ന് മറ്റുള്ള കൂടി കൂടുന്നതാണ് ഇത്തരം പ്രശ്നങ്ങളുണ്ടായത്. ഇവിടെ BJP-യുടെ നേതൃത്വത്തിലുള്ള ആൾ പറഞ്ഞതനുസരിച്ച് വേറെ ചില ആന്റി സോഷ്യൽസ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതിന്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുന്ന കാര്യങ്ങളാണ്. ഇന്നിവിടെ പറഞ്ഞ കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. അവർ പ്രതികളായെന്നൊക്കെ പറഞ്ഞു. അത് നമ്മൾ ബോധവൽക്കരിക്കാതിരിക്കുന്നില്ല. പക്ഷെ ഈ സംഭവത്തിന് ആരാണ് യഥാർത്ഥ ഉത്തരവാദി എന്ന് അന്വേഷിക്കേണ്ടത് നമ്മുടെ തീർച്ചയായിട്ടും അത് ഒരു നിഷ്പക്ഷമായ അന്വേഷണം ആവശ്യമാണ്. വിശദമായ അന്വേഷണം ആവശ്യമാണ്. ഇത്തരത്തിലുള്ള അസുഖം സ്വഭാവ വൈകല്യമുള്ള ആൾക്കാർക്ക് ചെയ്യാവുന്ന കാര്യമാണ്. രാജ്യനേതാവായിട്ട് പോയി പോരാടി അയാളെ കീഴ്പ്പെടുത്തുന്നതിന് ഉപരിയായ മോശമായ പ്രവണതയാണ് രഹസ്യമായിട്ട് വരുന്ന ഈ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുന്നത്. മുൻപും ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞ പോലെ തന്നെ കണ്ണൂർ മേഖലയിലുള്ള വീട് ആക്രമിച്ച് തീയിടുന്ന സംവിധാനം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറിയപ്പോൾ നമ്മൾ വീടുകളെ സംരക്ഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വളർന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രശ്നങ്ങളുണ്ടാകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും കൂട്ടായ സംഭാഷണം വളരെ പ്രോത്സാഹനജനകമാണ്. പോലീസിനും തീർച്ചയായിട്ടും ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നിറവേറ്റിക്കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ മീറ്റിങ്ങിലേക്ക് കത്ത് കൊടുത്ത് ജില്ലാ കളക്ടർക്ക് കത്ത് കൊടുക്കുകയും ഇവിടെ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള യോഗം ചേർന്നുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്